السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി തരട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ 2025 പരിശുദ്ധമായ റജബ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇത്രയും ദിവസം നമ്മളെ മജ്ലിസിൽ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഓരോ ദിക്റിനും വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലേണ്ട ദിക്റിലേക്ക്, സ്വലാത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ, നല്ല മനസ്സോടെ, നിഷ്കളങ്ക മനസ്സോടുകൂടെ ആയിരിക്കണം മജ്ലിസിൽ ഇരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കറകളഞ്ഞ മനസ്സാണെങ്കിൽ, നിഷ്കളങ്ക മനസ്സോടുകൂടെ നമ്മളെ മജ്ലിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണോ മജ്ലിസിരുന്നത് ആ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്രയും പോരിശയേറിയ, അത്രയും മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റുകളും സ്വലാത്തുകളുമാണ് പ്രിയമുള്ളവരെ നമ്മളെ മജ്ലിസിൽ നമ്മൾ ചൊല്ലുന്നത്. ഇത് നമ്മളെ മജ്ലിസിൽ മാത്രമല്ല, നിങ്ങൾ ഒഴിവിട്ടുന്ന സമയത്തൊക്കെ ഈ ദിക്റിൽ ഇന്നത്തെ ദിവസം പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിഷ്കളങ്ക മനസ്സ് വേണം. നിഷ്കളങ്ക മനസ്സോടെയാണെങ്കിൽ നമ്മളെ ദിക്റും പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കും. അതിന് അർഹമായ പ്രതിഫലവും അല്ലാഹു നമ്മൾക്ക് നൽകും. വിജയം നിനക്ക മുഖ്ലിസാ നീ എങ്കിലേ ഇബ്ലീസ് പോലും തോറ്റു വീഴും മുന്നിലേ. നീ നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയാണെങ്കിൽ ശൈത്താൻ വരെ നിന്റെ മുമ്പിൽ തോറ്റു വീഴുമെന്ന് തഅബ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങളെ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനകൾ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം മുത്തുനബിയുടെ പേരിൽ ഫാത്തിഹ ഓതും, അജ്മീർ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതും, സിഎം വലിയുള്ളാഹി തങ്ങളെ പേരിലും ഫാത്തിഹ. നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കണം. നിങ്ങൾക്ക് ഒഴിവിട്ടുന്ന സമയത്തൊക്കെ ഈ പറയപ്പെട്ട ആളുകളുടെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതണം. മുത്തുനബിയുടെ പേരിലും അജ്മീർ ഹാജി തങ്ങളെ പേരിലും സിഎം വലിയുള്ളാഹിന്റെ പേരിലും. എന്നാൽ അവരെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വൈലാ ഹദറത്തി ഹബീബിനാ വസയ്യിദിനാ വഉസ്വത്തിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. വഇലാ ഹദറത്തി ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. വഇലാ ഹദറത്തി ഖുത്ബിൽ ആലം സിയം വലിയില്ലാഹിൽ മദബൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ബർക്കത്ത് എന്നും ഞങ്ങളെ കുടുംബത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളിൽ, ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലികളിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഉപ്പമാരുടെ ജോലിയിൽ നൽകണേ അല്ലാ. അജ്മീർ ഹാജി തങ്ങളെ ബർക്കത്ത് നൽകണേ അല്ലാ. സിഎം വലിയുള്ളാഹി തങ്ങളെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ.
ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ റജബില് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞ ബറക്കത്തിനുള്ള പ്രാർത്ഥന, ഇത് പ്രാർത്ഥിച്ച് നമ്മൾ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് ഒരുമിച്ച് ചെല്ലാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ്വ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. നിന്റെ ബറക്കത്തില്ലാതെ ഇവിടെ സമാധാനത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ സാധ്യമല്ലല്ലോ. ഞങ്ങളെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും ജോലികളിലും ഞങ്ങളെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവനും നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ബറക്കത്തും നൽകി സാധുക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം, സുബഹി നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം പ്രത്യേകം ചെല്ലാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ്. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നരകമോചനം ഉണ്ടാകുന്നുള്ളത്. നരകത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കും. അള്ളാഹിന്റെ മഹബ്ബത്ത് നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാണത്രേ. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹ് നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥ ചൊല്ലിക്കൊള്ളി. അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 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 അല്ലാഹുവേ, ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. നരകമോചനം നൽകണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നരകമോചനം നൽകണേ അല്ലാ. ഈ
സ്പീക്കറിന്റെ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ റബ്ബേ. നമുക്ക് കുറച്ച് ഹംദ് പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണി, എത്ര അനുഗ്രഹങ്ങൾ നമ്മളെ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. മക്കളെ തന്നു, കുടുംബം തന്നു, കാല് തന്നു, കൈ തന്നു, കണ്ണ് തന്നു, മൂക്ക് തന്നു, നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം തന്നു. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മളെ റബ്ബ് നമ്മൾ ചെയ്തിട്ട് ആ റബ്ബിന് നമ്മൾ ഒരു ദിവസം എത്ര അൽഹംദുലില്ലാ പറയുന്നുണ്ട്, എത്ര അൽഹംദുലില്ലാ പറയുന്നുണ്ട്. നമ്മൾ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും തീരൂല എന്നുള്ളതാണ്. നമുക്ക് കഴിയൂല. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയൂല. അത്രത്തോളം അനുഗ്രഹങ്ങൾ റബ്ബ് നമ്മൾക്ക് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഹംദ് പറയാം. ഹംദ് പറഞ്ഞാൽ ലൈൻ ശക്കർത്തും ലഅസീദന്നകും, അള്ളാഹു ധാരാളം ബറക്കത്ത് നൽകും, ധാരാളം ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥത്തോടെ പറഞ്ഞോളി, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ഹംദ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ സർവ്വ മേഖലകളിലും റാഹത്ത് നൽകണേ അല്ലാ, വർദ്ധനവ് നൽകണേ അല്ലാ, കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ, ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ 2 ഇസ്മുകൾ പറയും. അതോടൊപ്പം തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു വലിയ ഉപകാരങ്ങൾ ചെയ്യും, വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി ആത്മാർത്ഥതയോടെ ചൊല്ലുക, യാ ഹന്നാനു യാ മന്നാനു ഇർഹമിൽ മുസ്ലിമീൻ, യാ ഹന്നാനു യാ മന്നാനു ഇർഹമിൽ മുസ്ലിമീൻ, യാ ഹന്നാനു യാ മന്നാൻ ഇർഹമിൽ മുസ്ലിമീൻ, യാ ഹന്നാനു യാ മന്നാനു ഇർഹമിൽ മുസ്ലിമീൻ, യാ ഹന്നാനു യാ മന്നാൻ ഇർഹമിൽ മുസ്ലിമീൻ, യാ ഹന്നാനു യാ മന്നാൻ ഇർഹമിൽ മുസ്ലിമീൻ, യാ ഹന്നാനു യാ മന്നാനു 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 ഇർഹമിൽ മുസ്ലിമീൻ,
യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ 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 യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ. ഇത് രസാണ് ഇതിലെ ചെല്ലാന്. യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിക്കോളി. വലിയ മംഫഅത്തുള്ള ദിക്റാണിത്. അല്ലാഹുവിന്റെ ഇസ്മുണ്ട്. ഇത് ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന അതിൽ ആഡ് ചെയ്യണം. നമ്മളെ പ്രാർത്ഥനയിൽ ഇത് കൊണ്ടുവന്നാൽ നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കറിയാം ബുർദ ബൈത്ത് എന്ന് പറയുന്നത് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞറിയിക്കാൻ തീരൂല, പറഞ്ഞയച്ചാൽ കഴിയൂല. അത്രത്തോളം മഹത്തുള്ളതാണ് ബുർദ ബൈത്ത് എന്ന് പറയുന്നത്. നൂറുകണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ബൈത്ത് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവം ഉണ്ടായിട്ടില്ല. മാരകമായ രോഗങ്ങൾ വരെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കൂടെ നിങ്ങൾ ജവാബ് ചെല്ലണം. ഞാൻ പറയുന്ന ജവാബ് എന്റെ കൂടെ ചെല്ലി നമുക്ക് അല്പം ചെല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്റിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ പോരിശക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബുർദ ബൈത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ റജബ് മാസത്തിലൊക്കെ ബുർദ ബൈത്ത് പതിവാക്കണം. ബുർദ ബൈത്ത് പറഞ്ഞാൽ വെറൊരു ബൈത്തൊന്നല്ല, അത് സ്വലാത്താണ്. റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. മദ്ഹ് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് അതിൽ പെട്ടു എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മൗലായ സല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലുദു ബിഹി സിവാക ഇൻദഹുലു ഇൽ ഹദീസിൽ ആമിമി ജൽ മൗലായ സല്ലി وسلم دائما أبدا على حبيبك خير الخلق كلهم وعلي لك رسول الله جاهك بإذا الكريم تهلى باسمي منتقم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا ألا رحمة به يقسمها تأتي على حسب الإسيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا ما تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
وأذن لي صحبي صلاة منك دائمتي على النبي بمنهل ومنسجم جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنهت آدبات الباني ريه صبا وأطرب العيسى للعيسى بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم നമ്മളിപ്പോ ചൊല്ലിയത് ചെറിയൊരു കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യമാണ്, വലിയ ഫായിദുള്ള ബൈത്താണ്. അല്ലാഹുവേ, ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, വളരെ പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ്, സങ്കടത്തിലാണ്. അവരെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പ്രഷർ ഉള്ളവരുണ്ട്, ഹോസ്പിറ്റലിലെ ആളുകളുണ്ട്, കാലുവേദനയുള്ള ആളുകളുണ്ട്, ക്യാൻസർ ഉള്ളവര്. ഈ ബൈത്തിന്റെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥനയാണ്. ഉമ്മാക്ക് ഉപ്പാക്ക് പ്രാർത്ഥിക്കാതെ നമ്മളെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യൂല. മക്കളുടെ മേൽ നിർബന്ധമാണ് മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കല്. നമ്മളെ മാതാപിതാക്കള് 10 മാസം ഗർഭം ചുമന്ന മാതാവ്, കഷ്ടപ്പെട്ട് നോക്കിയ ഉപ്പ, അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റൂല. ഏത് മജ്ലിസിൽ പങ്കെടുത്താലും, ഏത് പ്രാർത്ഥനാ മജ്ലിസിൽ പങ്കെടുത്താലും ഉമ്മയെ ഉപ്പയെ മറക്കാൻ കഴിയൂല. അല്ലാഹുവേ, എത്രയോ ആളുകളുടെ ഉമ്മ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. വല്ലുപ്പ വല്ലുമ്മമാര് ഖബറിലാണ്, അവരെ ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. സമാധാനത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ചെറിയൊരു പ്രാർത്ഥന എല്ലാവരും ചൊല്ലിക്കൊള്ളി. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിൽമുഅ്മിനീൻ, 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 റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ
വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞാണ് അൽഹംദുലില്ലാ അൽഫ മർറ. ഈ പരിശുദ്ധമായ മജ്ലിസിൽ മാതാപിതാക്കൾക്ക് ദുആർക്കാനുള്ള ഭാഗ്യം അല്ലാഹ് തന്നല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അവരെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അവർ കരുണ ചെയ്തതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണേ റഹ്മാനെ. അവരെ വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. അവരെ സങ്കടത്തിലാക്കല്ല അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ നമ്മൾക്ക് ചൊല്ലാം. ആ ഇസ്മിന്റെ അർത്ഥം എങ്ങനെയാണ്? അന്യാശ്രയമില്ലാത്ത അല്ലാഹ്, ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ സഹായിക്കണം, മക്കൾ സഹായിക്കണം, എന്നെ മക്കൾ കുടുംബക്കാരെന്നെ സഹായിക്കണം എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലാണ് പോകും. നമ്മളെ മനസ്സിലെപ്പോഴും എന്താ ചിന്ത എന്ന് അറിയോ? ആരുടെയും സഹായത ഇല്ലാതെ, ആരുടെയും സഹായം ഇല്ലാതെ മരിക്കുന്നത് വരെ ജീവിക്കണം എന്നുള്ളത്. മക്കളെ ചെലവിൽ കഴിയണം നമ്മൾ ആഗ്രഹിക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ബാത്റൂമിലേക്കും അതെങ്കിൽ പുറത്തേക്കൊക്കെ മക്കൾ കൊണ്ടുപോകണം, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തന്നെ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? എനിക്ക് മരണം വരെ ഒരാളുടെയും സഹായം ഇല്ലാതെ ബാത്റൂമിലേക്ക് പോകണം, ഒരാളെയും സഹായം ഇല്ലാതെ കടയിലേക്ക് പോകണം, ഒരാളെയും സഹായം ഇല്ലാതെ ഭക്ഷണം കുടിക്കണം, ഒരാളെയും സഹായം ഇല്ലാതെ കുളിക്കണം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ മക്കളെ സഹായം കൊണ്ട് ജീവിക്കണം അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. എന്നാൽ നമ്മൾ അള്ളാഹു അങ്ങനെ ആക്കി കളയും. നമ്മൾ ചിന്തിക്കങ്ങനെ, എനിക്കൊരാളെയും സഹായം ഇല്ലാതെ മരിക്കുന്നത് വരെ ജീവിക്കണം. അതിന്റെ അർത്ഥം മറ്റുള്ളവരോട് സഹകരിക്കണ്ട, മറ്റുള്ളവരെ സ്നേഹിക്കണ്ട എന്നല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? എനിക്കൊരാളെയും സഹായമില്ലാതെ, ഞാനൊരാളെയും വെറുപ്പിക്കാതെ റാഹത്തോടെ ജീവിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. അതിനുള്ള ഒരു ഇസ്മാണ്. ഏതാണ് ഇസ്മ? യാ സമദു യാ അല്ലാഹ്, 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 യാ സമദു യാ അല്ലാഹ്. അല്ലാഹുവേ, അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഞങ്ങൾ ചൊല്ലിയിട്ടുള്ളത്. നീ അത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരാളെയും സഹായമില്ലാതെ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. നിന്റെ കാവല് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അഫ്ളലു ദിക്റാണ്. ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കോളിയും. അല്ലാഹു ബർക്കത്ത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എന്നും ചൊല്ലണം കേട്ടോ. അത് എപ്പോഴും ചൊല്ലണം. നിസ്കാരത്തിന്റെ ശേഷം 10 വട്ടം മാത്രമല്ല, എപ്പോഴും നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എപ്പോഴും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ എന്തുമായിട്ടാണ് ബന്ധപ്പെടുന്നത് അതുമായിട്ടേ കാര്യം നമ്മൾ മരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം നൽകും. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലോ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചെല്ലല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
illallah, la ilaha 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 illallah. Allah അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ്വ അപരാധങ്ങളും മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ആയിരം ഉദ്ദേശങ്ങളുണ്ട്, ആ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പുണ്യഭൂമിയായ മക്കയിൽ എത്താൻ, മദീനയിൽ എത്താൻ, അവിടെ വെച്ച് ഹബീബിനോട് സലാം പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലാം, ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലാം. എല്ലാ ദിവസവും നമ്മൾ സ്വലാത്തൊക്കെ ഒരു ദിവസം ഒഴിവാക്കാൻ പറ്റൂല എന്നുള്ളതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. എപ്പോഴും സ്വലാത്ത് ചൊല്ലാം. ഒരു സ്വലാത്തിന് 10 ഹസനത്ത് എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ ഒഴിവാക്കരുത്, ഒരിക്കലും ഒഴിവാക്കരുത്. എപ്പോഴും നമുക്ക് അറിയുന്ന സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം. എത്ര സ്വലാത്ത് അറിയാം ആ സ്വലാത്തുകൾ ചൊല്ലണം. ചില ആളുകൾക്ക് നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ ഇഷ്ടമുണ്ടാകും, അത് ചെല്ലുക. താജു സ്വലാത്താണെങ്കിൽ അത് ചെല്ലുക, നൂറുൽ അൻവാർ സ്വലാത്താണെങ്കിൽ അത് ചെല്ലുക, ഫാത്തിമിയ സ്വലാത്താണെങ്കിൽ അത് ചെല്ലുക. അങ്ങനെ എന്തൊക്കെ സ്വലാത്തുണ്ടോ അതൊക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ചെല്ലണം. സ്വലാത്ത് പവറാണ്. സ്വലാത്ത് അതിഗംഭീരമായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകും. اللهم صل على النور واهلي، 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 اللهم صل على النور واهلി, اللهم صل على النور واهلി. സ്വീകരിക്കണേ റഹ്മാനെ. മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അതിന് ഞങ്ങളെ മജ്‌ലിസിൽ ചൊല്ലിയ സ്വലാത്ത് കാരണമാക്കണേ അല്ലാ. സ്വലാത്ത് കാരണമാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ഇസ്തിഗ്ഫാറാണ് ചൊല്ലുന്നത്. ഇസ്തിഗ്ഫാർ ഈ മാസത്തിൽ നമ്മൾ കൂടുതൽ ചൊല്ലണല്ലോ. അപ്പൊ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം അല്പം പറയാം.
أستغفر الله العظيم 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 അല്ലാഹ് ഞങ്ങൾ ഇപ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങൾ പുറത്തരണേ അല്ലാഹ് സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ റഹ്മാനെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഇത്രയും നേരം ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ ഖബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയതിന്റെ മിസ്ൽ സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ് അവരെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കണേ റഹ്മാനെ പടച്ചവനെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നുണ്ട് ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ് മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണേ അല്ലാഹ് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ റഹ്മാനായ തമ്പുരാനെ ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ് ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാഹ് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാഹ് നിന്റെ ഖജനാവിൽ നിന്ന് നൽകണേ അല്ലാഹ് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ് ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ പഠിച്ച ജോലി കൊടുക്കണേ അല്ലാഹ് മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ് നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ് അതിനുള്ള ബുദ്ധി നൽകണേ റഹ്മാനെ മക്കള് കാരണം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അഭിമാനം നൽകണേ അല്ലാഹ് മനസ്സ് സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് വിവാഹപ്രായമെത്തി വിവാഹം ശരിയാവാതെ സങ്കടം പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് ആ മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാഹ് നല്ല ഭർത്താക്കന്മാരെ നൽകണേ അല്ലാഹ് ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ അല്ലാഹ് സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ് സ്നേഹമുള്ള ഭർത്താക്കന്മാരാക്കണേ അല്ലാഹ് ഞങ്ങളെ കുടുംബങ്ങളിൽ ഐക്യം നൽകണേ അല്ലാഹ് ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും നൽകണേ റഹ്മാനെ ജീവിത വിജയം നൽകണേ അല്ലാഹ് സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് പഠിക്കുന്ന മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണേ അല്ലാഹ് മക്കൾക്ക് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ജോലിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ഉമ്മമാരുണ്ട് ആ മക്കൾക്ക് നല്ല ജോലി കൊടുക്കല്ല ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ സർവ്വ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങള് നിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ് പാപങ്ങൾ പുറത്തരണേ അല്ലാഹ് സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്
ആരോടും വെറുപ്പില്ലാതെ അസൂയയില്ലാതെ അഹങ്കാരമില്ലാതെ നല്ല നിലക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ആരോടും വെറുപ്പില്ലാതെ അസൂയയില്ലാതെ അഹങ്കാരമില്ലാതെ നല്ല നിലക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ബുർദ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. ആയിരാരോഗ്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്. പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിനക്കറിയാമല്ലോ. എല്ലാം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, ദുരന്തത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. മരണം ഖൈറാകുമ്പോൾ നല്ല നിലക്ക് മരിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. പടച്ചവനെ, വീടില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, വീട് പണി തുടങ്ങിയ ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ല വീട് കൊടുക്കണം റഹ്മാനെ. വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.